ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും ഏറ്റവും പേടി ഡെലിവറി പെയിനാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ സാധാരണ കാണുന്നുണ്ട്, നോർമൽ ഡെലിവറി താല്പര്യമില്ല, നേരെ സിസേറിയനിലോട്ട് താല്പര്യം. ഗർഭിണികൾ പറഞ്ഞാൽ എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലേബർ അനൽജീസിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് മരുന്നുകൾ തൊട്ട് ഗ്യാസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പിഡൂറൽ അനൽജീസിയ എന്ന് പറയും. അത് പേഷ്യൻ്റെ നടുവിൽ നമ്മളൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പേഷ്യൻറ്റിന് ഒരു വേദനയും അറിയാതെ ഡെലിവറി ചെയ്യിപ്പിക്കാം. ഇനി അതിൻ്റെ കുറേ ആൾക്കാർക്കൊരു ഇതുണ്ട്, നടുവിൽ ഇഞ്ചക്ഷൻ എടുത്താൽ നടുവേദന വരുമോ? അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെയ്ക്ക് നമ്മുടെ മെഡിക്കൽ ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടഡ് അല്ല. സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് നോട്ട് റിപ്പോർട്ടഡ്. ആ ഒരു ചെറിയൊരു സൂചി കൊണ്ട് നടുവിൽ ഇഞ്ചക്ഷൻ എടുത്താൽ അങ്ങനത്തെ വേദനയെ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ കൈ പിന്നെ അനക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂവും വരാറില്ല. ലേബർ അനൽജീസിയ എന്ന് പറഞ്ഞ സംഭവം പേഷ്യൻറ്റിന് കുട്ടിക്കും ഒരു വിധത്തിൽ കൂടുതൽ നല്ലതാണ്. അതിൻ്റെ കാരണം പെയിൻ വരുമ്പം ശരീരത്തിൽ അഡ്രിനാലിൻ്റെ ലെവൽ കൂടിയിട്ട് അമ്മയും കുട്ടിയിലെയും തമ്മിലുള്ള സർക്കുലേഷൻ കുറയും. എന്നുവെച്ചാൽ അമ്മയ്ക്ക് വേദന വരുമ്പം അമ്മ കൂടുതൽ ശ്വാസം വലിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിടുമ്പം നോർമൽ സർക്കുലേഷനിൽ തന്നെ കുറയും. പക്ഷേ ലേബർ അനൽജീസിയ കൊടുക്കുമ്പം ആ അഡ്രിനാലിൻ ലെവൽ ഭയങ്കരമായിട്ട് കുറയണമുണ്ട്. നമ്മുടെ അമ്മയിലും കുട്ടിയിലോട്ടുള്ള സർക്കുലേഷൻ ബെറ്റർ ആവും. അപ്പം ഒരു ഹൈ BP ഉള്ള അമ്മയാണെങ്കിൽ ലേബർ അനൽജീസിയ നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ ലേബർ അനൽജീസിയയുടെ വേറൊരു ഗുണം, നമ്മൾക്ക് അതിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ അമ്മേനെ വേണമെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ തന്നെ ഇരുത്താം. അപ്പം അവർക്ക് നോർമൽ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ തന്നെ അവിടെ പെയിന് അവർ വേദനയുടെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ വേദന അറിയത്തില്ല. അപ്പം ഇടയ്ക്ക് വന്നിട്ട് മോണിറ്റർ ചെയ്താൽ മതി. ബാക്കിയുള്ള സമയത്ത് അമ്മയോ അച്ഛനോ അനിയത്തിയോ ആരെങ്കിലും കൂടെ ഇരുന്നാൽ അവർക്കും ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ ലേബർ അനൽജീസിയ ഉള്ള സ്ഥലത്തിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പേഷ്യൻ്റ് അതേ പ്രിഫർ ചെയ്യുള്ളൂ. ബിക്കോസ് അടുത്ത ദിവസം പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്ത് വിടുക ആൻഡ് നോ പെയിൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 18-19 ജസ്റ്റ് തികഞ്ഞ ഒരു കുട്ടി. അപ്പം ഡെലിവറി ആവാതെ നമ്മൾ പ്രസവിക്കേണ്ട ഗർഭപാത്രത്തിൻ്റെ അടിഭാഗം 10 സെൻറ്റിമീറ്റർ ആവുമ്പോഴാണ് കുട്ടി പതുക്കനെ വെളി വരണത്. ഇത് കുട്ടി കുറേ 18-19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവർക്ക് ഒട്ടും വേദന സഹിക്കാൻ പാടില്ല, ഗർഭപാത്രം അടി വികസിക്കണില്ല. അപ്പം എന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുട്ടിക്ക് ഒരു വിധത്തിലും പേഷ്യൻറ്റിന് നോർമൽ ഡെലിവറി വേണ്ട, സിസേറിയൻ വേണം. ഞാൻ അവിടെ പോയി ആദ്യം അവരുടെ അമ്മയും മദർ ഇൻ ലോയുടെ അടുത്തും അമ്മയുടെ അടുത്തും സംസാരിച്ചപ്പം ഒരു വിധത്തിലും അവർ വില്ലിങ് അല്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ പേഷ്യൻ്റെ അടുത്ത് സംസാരിച്ചു. പേഷ്യൻ്റ് 18-19 വയസ്സുള്ള പക്വത ഇല്ലാത്തതുകൊണ്ട് ബഹളം വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരവസരം തരൂ, സിസേറിയൻ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എപ്പിഡൂറൽ തരാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്, ഞാൻ ഇത്ര നേരം അവിടെ നിൽക്കണം, എന്നാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നത് എനിക്ക് അവസരം തരും. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പം ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ തന്നെ വേദന മാറി. ആ കുട്ടി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇത്ര നേരം എവിടെയായിരുന്നു, ഇതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്നിട്ട് അമ്മയുടെ അടുത്തും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോയി. കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേദനയില്ലാതെ ആ കുട്ടി പ്രസവിച്ചും ചെയ്തു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്ചാർജും ചെയ്തു പോയി. ആ കുട്ടിക്ക് നല്ല ആരോഗ്യവും ഉണ്ട്. ആ കുട്ടി 4 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ അടുത്ത് വന്നു, ലേബർ അനൽജീസിയ ആ സാറ് എടുത്ത ഇഞ്ചക്ഷൻ എനിക്ക് ഇപ്രാവശ്യം കൂടെ വേണം. അപ്പോൾ ഒരു തവണ അത് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ വേദന ഇല്ലാതെ പ്രസവിക്കാൻ പറ്റും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആവശ്യപ്പെടും, ഉറപ്പായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ ഒരു നോർമൽ ഡെലിവറിക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ എല്ലാവരും നോർമൽ ഡെലിവറി ആവണമെന്ന് നിർബന്ധമില്ല, ആ പേഷ്യൻറ്റിന് അത് പെയിൻ പേടിച്ചിട്ട് സിസേറിയൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യപ്പെടുക, എനിക്ക് വേദന ഇല്ലാതെ പ്രസവിക്കണം, ലേബർ അനൽജീസിയ വേണം. അതാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത്
പേഷ്യൻറ്റ് നോർമലായിട്ട് നടത്തിപ്പിക്കാൻ പറ്റും. ഒരു കട്ടിൽ കിടക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻറ്റിനെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാം. എല്ലാം നമ്മുടെ പേഷ്യൻറ്റിനെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. ഒരു ബോളുണ്ട്, അത് ബോൾ വയറിൽ വെച്ചിട്ട് ഉരുട്ടും എന്ന് വെച്ചാൽ കുട്ടി എളുപ്പം ഇറങ്ങാൻ. എന്നിട്ട് അതെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കും. നോർമലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ലേബർ അനസ്തീസിയ. യൂട്രസ് കോൺട്രാക്ട് ചെയ്യണുണ്ട്, പെയിൻ അറിയണമില്ല. അത് നമ്മൾ ഏത് ആശുപത്രി പോയാലും അതിന് റിക്വസ്റ്റ് ചെയ്യണം, നമ്മൾക്കത് ലേബർ അനസ്തീസിയ വേണം. അതിന് ആരും ഒക്കണാത്ത റിലേറ്റീവ്സ് എതിർക്കാറുണ്ട്. കുറേ പേരുടെ റീസൺ പറയണത് അമ്മമാർക്ക് കുട്ടിയായിട്ട് സ്നേഹം വരത്തില്ല, അങ്ങനെ ഒന്നുമില്ല. ഇത് തന്നെ ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കണത് തന്നെ ദൈവമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ ആവുമ്പം അമ്മമാർക്ക് നെക്സ്റ്റ് ഒരു കുട്ടി ഉണ്ടാവാനും കൂടെ മടിക്കത്തില്ല. ഇത് ആലോചിച്ചിട്ട് കുറേ പേര് പ്രസവം നിർത്തണ പേരുമുണ്ട് ഈ പേടി ആലോചിച്ച്. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ 202 ബോൺസ് ഒടിക്കണ വേദനയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഇതുപോലത്തെ ഒരെണ്ണം ആണുങ്ങൾ ഹസ്ബൻഡ്മാർ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്ര വേദന എടുക്കണേ, എന്തിനാണ് നിങ്ങൾ ഇത്ര ഒരു ഫസ് ഉണ്ടാക്കണേന്ന് പറഞ്ഞ് 2 ഹസ്ബൻഡ് യൂട്യൂബിലുണ്ടത്. ഹസ്ബൻഡ്മാർക്ക് ആ പെയിൻ ജനറേറ്റ് ചെയ്ത് കൊടുത്തു. അവർക്ക് 1 മണിക്കൂറും കൂടെ താങ്ങാൻ പറ്റിയില്ല ആ സെൻസേഷൻ. ഒരു നീഡിൽ വെച്ചിട്ട് അവിടെ സെൻസേഷൻ കൊടുത്തു, അപ്പം തന്നെ അവർ നിർത്തി. അപ്പോൾ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്, ഒരു സംശയമില്ല. പക്ഷെ ആ വേദന ഒരു എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ കൊണ്ട് ഇത് മാറ്റാനേ ഉള്ളൂ. സന്തോഷമായിട്ട് സുഖമായിട്ട് നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി വേദന പേടിച്ചിട്ട് സിസേറിയൻ ഓപ്റ്റ് ചെയ്യാതെ ഇരിക്കാനേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കണതാണ്, എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണെന്ന്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറയുകയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര വേദന. ഹെർണിയ സർജറിയൊക്കെ നല്ല രീതിയിൽ പോയി, പക്ഷെ പിന്നെയും വേദനയുണ്ട്. എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു സർജറി ചെയ്യുമ്പം നമ്മളൊരു മുറിവുണ്ടാവും. അതിൻ്റെ അകത്ത് ചില ഞരമ്പുകളും അതിൻ്റെ ഇടയിൽ കയറി അതിൻ്റെ കട്ടാവുമോ, അത് നോർമലാണ്. പക്ഷെ ആ ഒരു 100-ൽ ഒരാൾക്ക് ആ കട്ട് ചെയ്ത നെർവ് ഭയങ്കര പെയിൻ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മൾ അതിൻ്റെ പെയിൻ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി പിന്നെയും നമ്മൾ സ്കാനൊക്കെ എടുക്കുക. അപ്പൻഡിക്സ് ആണോ വേറെ ആണോ, സ്കാനിലൊന്നും കാണത്തില്ല. പക്ഷെ സംഭവിക്കണ സർജറിയിൽ കഴിയുമ്പം ആ നെർവ് കയറി, അത് ഞാൻ പറഞ്ഞ പോലെ 100-ൽ ഒരാൾക്ക് ചിലപ്പം വരും, അത് കയറി ഒരു പെയിൻ ജനറേറ്റർ ആവും. അങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ ആണ് നമ്മൾക്ക് അതിനെ പറയണ എൻട്രാപ്മെൻ്റ് എന്നും പറയും. ആ നെർവിന് കയറി എൻട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ആ നെർവ് പെയിൻ ജനറേറ്ററായിട്ട് മാറും. ആ നെർവിനെ മാത്രമായിട്ട് കണ്ടുപിടിച്ച് എടുത്തിട്ട് നമ്മൾക്ക് ലേസർ ഇട്ടത് നീക്കം ചെയ്യാൻ പറ്റും. എൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ പോലെ ഹെർണിയ സർജറി. അപ്പൻഡിക്സൻസ് ചെയ്യുമ്പോൾ ഒരു നെർവുണ്ട്, ഇലിയോ ഇൻഗ്വാനൽ എന്ന് പറഞ്ഞാൽ അത് ഡാമേജ് ആയിപ്പോവും. അത് നോർമലാണ്. പക്ഷെ ചിലവർക്ക് അതൊരു പ്രശ്നമല്ല, ചിലവർക്ക് അതൊരു വേദനയുടെ കാരണമായിട്ട് മാറും. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആ നെർവിനെ അൾട്രാസൗണ്ട് വെച്ചിട്ട് നോക്കി എടുത്തിട്ട് ആ നെർവിനെ നമുക്ക് ലേസറിട്ട് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് സർജറി, അക്യൂട്ട് പോസ്റ്റ് സർജറി എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അക്യൂട്ട് പെയിൻ വരണത്, അത് ലോങ് ആയിട്ട് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അത് ക്രോണിക് പെയിൻ ആയിട്ട് മാറും. അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റിസ്റ്റിൻ്റെ ഒരു സർജറി ചെയ്തു, അത് പിന്നെ കുറേ നാളായിട്ട് അവർ ഫിസിയോതെറപ്പി ഒന്നും ചെയ്യാതെ വരുമ്പോൾ അത് ഒരു 6-7 മാസം ആകുമ്പം ഈ റിസ്റ്റിൻ്റെ പെയിന് വന്നത് തോളുവേദനയായിട്ട് മാറും, അല്ലെങ്കിൽ എൽബോ പെയിനായിട്ട് മാറും. തൊലിയൊക്കെ ഒരു ചുമന്നിരിക്കും, മുടിയൊന്നും ഇല്ല എന്ന് പറയും. അതിനെ പറയുന്നത് നമ്മുടെ CRPS സിൻഡ്രോം, ക്രോണിക് റീജിയണൽ പെയിൻ സിൻഡ്രോം എന്ന് പറയും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനും വരാറുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി അക്യൂട്ട് സ്റ്റേജിൽ തന്നെ ആ പെയിൻ എപ്പോഴും മാനേജ് ചെയ്യേണ്ടതാണ് നല്ലത്. പക്ഷേ അത് അക്യൂട്ട് സ്റ്റേജിൽ പെയിൻ മാനേജ്മെൻറ്റ് നടന്നില്ല, എന്നിട്ട് ഈ പേഷ്യൻ്റ് ഇതുപോലെ ക്രോണിക് റീജിയണൽ പെയിൻ സിൻഡ്രോമായി. അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പെയിൻ ഉണ്ടാക്കാത്ത ഒരു സാധനമുണ്ട്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അത് കയറി അതിൻ്റെ ജോലി മറന്നിട്ട് പുള്ളി കയറി പെയിനിൻ്റെ ജോലിയും കൂടെ എടുക്കുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം നമ്മൾക്ക് അതിന് റീജിയണൽ അല്ലെങ്കിൽ നമ്മൾ CRPS സിമ്പത്തറ്റിക് ന്യൂറോലൈസിസ് അല്ലെങ്കിൽ സിമ്പത്തറ്റിക് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ
അതിനെ നീണ്ടുപോയാൽ ഈ ഇഞ്ചുറിയുടെ കാരണം മൊത്തം കയ്യിലുള്ള വേദന പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ആ വേദന അപ്പുറത്തെ കയ്യിലും വരാൻ തുടങ്ങും. ഒരു ഇഞ്ചുറി ഇല്ലാതെ അപ്പുറത്തെ ആ സ്റ്റേജ് പോകുമ്പം കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് മാനേജ്. ഇപ്പം അക്യൂട്ട് ഒരു പോസ്റ്റ് സർജറിയോ അല്ലെങ്കിൽ ഒരു ട്രോമയോ വീണിട്ട് വല്ലോ കയ്യും കാലോ എന്തോ ഒടിഞ്ഞിട്ട് പിന്നെയും വേദന വരികയോ അങ്ങനത്തെ വന്നിട്ട് അത് ആ പെയിൻ മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അത് ക്രോണിക് ആവും. അക്യൂട്ടിൽ തന്നെ മാനേജ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. മാനേജ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അത് ക്രോണിക് ആവും. അത് പിന്നെ മാനേജ് ചെയ്യണത് അത് ഓഫ്കോഴ്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് മാനേജ് ചെയ്യാൻ. അത് കുറച്ച് ഫിസിയോതെറപ്പിയും അത് 4-5 മാസത്തിൻ്റെ പ്രൊസീജിയേഴ്സാണ് അത് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതുപോലെ തന്നെ മുട്ടുവേദനയുടെയും സപ്പോസ് സർജറി കഴിഞ്ഞിട്ട് പേഷ്യൻസ് വരാറുണ്ട്. പ്രോപ്പർ ഫിസിയോതെറപ്പി ചെയ്ത് കാണത്തില്ല അവർ. സർജറി എല്ലാം നല്ലോണം പോയി, പക്ഷെ ഫിസിയോതെറപ്പി ചെയ്യാത്ത കൊണ്ട് ആ മുട്ടിൽ സർജറി ചെയ്തിട്ട് പിന്നെ വേദന പാദത്തിൽ വരെ ഉണ്ട്. അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പെയിൻ ഫിസിഷ്യൻസിൻ്റെ ജോലി. നമ്മുടെ ഇവിടെ രമാബിക പോളിക്ലിനിക്കിൽ ഞാൻ ആസ് എ പെയിൻ ഫിസിഷ്യനും ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ആസ് എ ഓർത്തോപീഡിഷ്യൻ ഒരു ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇപ്പം ചില പേഷ്യൻസ് പാദം വേദനയായിട്ട് വരും, കോമൺ ആണ്, ഭയങ്കര കോമൺ ആണ്, പ്ലാന്റാർ ഫേസൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്. അതിന് സാധാരണ എല്ലാവരും എക്സസൈസും അല്ലെങ്കിൽ ചിലപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ കില്ലേഴ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിവിടെ അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വിടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പാദത്തിൻ്റെ പ്ലാന്റാർ ഫേഷ്യൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പിനെ മാത്രമായിട്ട് നമുക്ക് ലേസർ ഇട്ട് നീക്കം ചെയ്യാം. അത് വെരി സിവിയർ കേസസിൽ, അല്ലാതെ ഒരു മിഡിൽ ലെവലിൽ പെയിൻ ഉണ്ട് പക്ഷെ വെരി ബാഡ് കേസ് അല്ല. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റെ PRP റീജനറേറ്റീവ് തെറപ്പി പോലെ പേഷ്യൻ്റെ ബ്ലഡ് എടുത്തിട്ട് മെഷീനിൽ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് പാദത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിനാണ് PRP തെറപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആസ് എ ജോയിൻറ്റ് വെഞ്ചർ നമ്മൾ ചെയ്യുമ്പം ലൈക്ക് ഓർത്തോപീഡീഷ്യനും ഒരു പെയിൻ ഫിസിഷ്യനും ഇൻവോൾവ് ആകുമ്പം നമ്മൾക്കൊരു പേഷ്യൻറ്റിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും പ്രോപ്പർ ഡയഗ്നോസിസിലും എവിടെയാണ് പെയിൻ, ഏതാണ് പെയിൻ ജനറേറ്റർ, ഏതാണ് പെയിൻ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ രണ്ടുപേരുടെ ഒപ്പീനിയൻ വരുമ്പം അതിനൊരു സഹായമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആസ് എ പെയിൻ നമ്മുടെ ആഗ്രഹം ഒരു പേഷ്യൻറ്റും പെയിനായിട്ട് സഫർ ചെയ്യാൻ പാടില്ല. പെയിൻ ഷുഡ് നോട്ട് കോസ് എനി സഫറിങ്. അല്ലെങ്കിൽ അവരുടെ ഡെയിലി റൊട്ടീൻ അത് മാറിപ്പോൾ അവരുടെ നാച്ചുറൽ നോർമൽ ലൈഫ് ജീവിക്കുക, പെയിൻ ഫ്രീ സൊസൈറ്റി ആക്കുക.